എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഈ വർഷത്തെ അതായത് 2024 +2 പബ്ലിക് എക്സാമിനേഷനിൽ ഫെയിൽഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മാർക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് കാത്തിരുന്ന വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുമായിരിക്കും ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം നിങ്ങൾക്ക് ജൂലൈ 2nd വീക്കോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ആദ്യ ആഴ്ച തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം വാല്യുവേഷൻ നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നാളെ മുതൽ 29ാം തീയതി വരെയാണ് വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു 2nd ഇയറിൻ്റെ ആ ഒരു ഉത്തര സൂചികയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് 2nd ഇയർ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം QP ആൻഡ് ഫൈനൽ അതായത് ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് തൊടുക. അതുപോലെ തന്നെ ഫൈനലൈസ്ഡ് സ്കീം അതായത് നിങ്ങൾക്ക് ആൻസർ കീയാണ് ആവശ്യമുള്ളതെങ്കിൽ അവിടെ അതിന് നേരെയുള്ള ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊടുക. തൊടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതിലേതാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ കീ ഏതാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു അതായത് ഇത് മലയാളത്തിൻ്റെതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആൻസർ കീ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ്റെ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ആൻസർ കീയിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ എഴുതിയതിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് വീതം നൽകുക എന്നുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.